ഇന്ന് ഞാൻ അക്ഷയ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ശ്രേഷ്ഠ ഭാരതത്തിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയുടെ ഇന്റർവ്യൂ നടത്തിയിരുന്നു. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു, രാമായണത്തിലെ ചില നെഗറ്റീവുകൾ പ്രൊജക്റ്റ് ചെയ്ത് ചില SFI സ്റ്റുഡൻസും ചില യുക്തിവാദികളും ചില വ്യക്തികൾ അറിയാൻ വേണ്ടിയും ഒന്ന് എതിർക്കാനും പുച്ഛിക്കാനും വേണ്ടിയും വേറെ ചിലർ അറിയാനും വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഞാൻ ഉത്തരം കൊടുക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഉത്തരം എന്താ അറിയാമോ? രാമൻ സീതയെ ഉപേക്ഷിച്ചത് ശരിയായോ? രാമൻ കാട്ടിൽ വെച്ച് നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ടുണ്ടോ? രാമൻ വേദം പഠിച്ച രാവണനെ നിഗ്രഹിച്ചത് ശരിയായോ? ഒളിയമ്പ ചെയ്ത് രാമൻ ബാലിയെ നിഗ്രഹിച്ചത് ശരിയായോ? ജംബുക മഹർഷിയെ വധിച്ചത് ശരിയായോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ സിമ്പിൾ ഉത്തരാണ്. എന്താ അറിയോ? ഇതിഹാസം എന്ന വാക്കിന്റെ അർത്ഥം ഇതി ഇഹ ആസീത ഇതി ഇതിഹാസ. അപ്രകാരം ഇവിടെ അല്ലെങ്കിൽ അവിടെ നടന്നു. ആ നടന്നതെന്തോ അത് ഒരു ചരിത്രകാരനായ വാൽമീകി മഹർഷി നടന്നതെന്തോ അത് ചരിത്രകാരനായ വാൽമീകി മഹർഷി വാൽമീകി രാമായണത്തിൽ എഴുതിയിരിക്കുകയാണ്. അതിനെ വിലയിരുത്തി എടുക്കേണ്ടത് എടുക്കാനും അല്ല തിരസ്കരിക്കേണ്ടത് തിരസ്കരിക്കേണ്ടതും വായനക്കാരുടെ ഉത്തരവാദിത്വമാണ്. ഒരാൾക്കും അതിനെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇല്ല. അത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് അഭിനന്ദൻ എന്ന വ്യക്തിയെ പാകിസ്ഥാൻകാർ തട്ടിക്കൊണ്ടുപോയത് ശരിയായോ? അത് തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതിനെ വിലയിരുത്തേണ്ടത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. 40 ഭാരതീയ CRPFകാരെ കൊന്നത് ശരിയായോ? ഈ തീവ്രവാദികളെ പാകിസ്ഥാൻകാർ വെച്ച് പൊറുപ്പിക്കുന്നത് ശരിയായോ? ഭാരതം ഒരു മുസ്ലിം രാഷ്ട്രമല്ലാതിരുന്നിട്ട് സുഷമ സ്വരാജ് നേരെ അബുദാബിയിൽ ചെന്നിട്ട് മുസ്ലിങ്ങളുടെ മീറ്റിംഗിൽ പങ്കെടുത്ത ശരിയായോ? സംഭവിച്ചു എന്നാ പറഞ്ഞിരിക്കുന്നത്. ശരിയായോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ വിലയിരുത്തുക. എന്നിട്ട് എന്താ വേണ്ടത് ചെയ്യാം. അതാണ് ഇതിഹാസം. ഇപ്പൊ വാൽമീകി എന്ന ചരിത്രകാരൻ വാൽമീകി രാമായണം എന്ന ചരിത്ര ഗ്രന്ഥത്തില് എന്ത് സംഭവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ശ്രീരാമൻ സീതയെ ഉപേക്ഷിച്ചത് ശരിയായില്ല എങ്കിൽ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിച്ചത് ശരിയായി. ജനങ്ങളുടെ അഭിപ്രായമാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായത്തിന് വ്യക്തി ജീവിതത്തെക്കാൾ പ്രാധാന്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തേ മതിയാവും. ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ കൊണ്ടുവിടുകയാണ് ചെയ്തത്. കാട്ടിലൂടെ പോകുന്ന രാജസീക സ്വഭാവമുള്ള രാജസീക കർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. രാമൻ കഴിച്ചു, ഒന്നും കിട്ടാത്തതുകൊണ്ട് കഴിച്ചു കാണും. നിങ്ങൾ കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ. രാമൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കഴിക്കാമല്ലോ. ബാലിയെ ഒളിയമ്പ എഴുതി കൊന്നത് ശരിയായോ? ബാലിക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് ആര് യുദ്ധം ചെയ്താലും ആ വ്യക്തിയുടെ ശക്തിയുടെ പകുതിയിൽ കൂടുതൽ തനിക്ക് കിട്ടും എന്ന അങ്ങനെ ഒരു വരം നിലനിൽക്കുന്നിടത്തോളം കാലം നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതുമാതിരി വരം കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ രാമൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ നേരിട്ട് നിങ്ങൾ ബാലി പോലെയുള്ളവരുടെ അടുത്ത് യുദ്ധം ചെയ്തോളാം. അല്ലെങ്കിൽ ആരുടെ അടുത്ത് യുദ്ധം ചെയ്തോളാം. കോടിയേരി ബാലകൃഷ്ണന്റെ അടുത്ത് മാത്രം പോവല്ലേ. വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാതെ സംസാരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു നേതാവാണ്. മറ്റെല്ലാ നേതാക്കന്മാരുടെയും നേതാവാണ്. രാജാതിരാജൻ എന്ന് കേട്ട വ്യക്തിയാണ്. അവിടെ മാത്രം ബാലിയെ പോലെ യുദ്ധം ചെയ്യാൻ പോവല്ലേ. ഒളിയം പെയ്യാനും പോവല്ലേ. ആൽമരം എവിടെ മുളച്ചാലും തണലെന്ന് പറയുന്ന കുറേ വ്യക്തികളുടെ കൂട്ടത്തില് ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ആൽമരം മുറിക്കാനൊന്നും പോവണ്ട. പിന്നെ ശരിക്ക് രാവണനെ വധിച്ചത് ശരിയായോ? രാവണനോട് പറഞ്ഞു, കറക്റ്റായിട്ട് വിഭീഷണൻ പറഞ്ഞു, കൂട്ടത്തിലുള്ളവർ പറഞ്ഞു, ആവശ്യമില്ലാതെ മറ്റൊരുവന്റെ ധർമ്മപത്നിയെ വെച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം തിരിച്ചു കൊടുക്കുക. സന്ധി സംഭാഷണം, സാമധാന വേദദണ്ഡം. രാമായണത്തിലെ ഏത് ചോദ്യത്തിനും ഉത്തരമുണ്ട്. രാമായണത്തിലെ ഏത് ചോദ്യത്തിനും ഉത്തരമുണ്ട്. മഹാഭാരതത്തിലെ ഏത് ചോദ്യത്തിനും ഉത്തരമുണ്ട്. അതിന്റെ ഉത്തരത്തിനെ ന്യായീകരിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്. അവിടെ സംഭവിച്ചതെന്തോ അത് നിങ്ങൾ മനസ്സിലാക്കാം. മഹാഭാരതം എന്ന ഗ്രന്ഥത്തിനകത്തുള്ള വ്യക്തിയാണ് വേദവ്യാസൻ. വേദവ്യാസന്റെ 3 മക്കളാണ് വിതുരൻ, ധൃതരാഷ്ട്രര്, പാണ്ഡു. അവരുടെ മക്കൾ തമ്മിലാണ് യുദ്ധം നടന്നത്. വേദവ്യാസൻ ആരുടെയും കൂട്ടത്തിൽ ശരിയേത് തെറ്റേതെന്ന് പറയാൻ പോയിട്ടില്ല. അവിടെ നടന്നതെന്തോ അത് വേദവ്യാസൻ പറഞ്ഞു. വാൽമീകി മഹർഷി എഴുതി 24,000 ശ്ലോകത്തിൽ അവിടെ നടന്നതെന്തോ അത് വാൽമീകി പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, ഇഷ്ടമില്ലെങ്കിൽ തിരസ്കരിക്കുക. അവരെ ന്യായീകരിക്കാൻ നിങ്ങളാരാ? നിങ്ങളെന്താ കേരളത്തിലെ മുഖ്യമന്ത്രിയാ? അല്ല ഇവിടുത്തെ DGPയാ? അതല്ല ഇവിടുത്തെ പാർട്ടി സെക്രട്ടറിയാ? അല്ല അവിടെ കേന്ദ്ര നേതൃത്വത്തിലെ പ്രധാനമന്ത്രിയാ? ഹോം മിനിസ്റ്ററാ? വിദേശകാര്യമന്ത്രിയാ? ന്യായീകരിക്കാനും ന്യായീകരിക്കാതിരിക്കാനും നിങ്ങൾ വേണമെങ്കിൽ ന്യായീകരിക്കുക, വേണ്ടെങ്കിൽ ന്യായീകരിക്കേണ്ട. അതിന്റെ പാപഭാരമോ പുണ്യഭാരമോ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം ഒന്നും നമുക്കില്ല.
ആ രാമായണം ഇന്ന് നിലനിൽക്കാൻ കാരണം ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും പ്രിയദർശിനിക്ക് എഴുതിയ കത്തുകളുമൊക്കെ ചുട്ടെരിഞ്ഞ ഒരു പട്ടിക്കോന്തനും മേടിക്കാതെ ഇരിക്കുന്ന കാലയളവിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും എഴുതിയിരിക്കുന്ന 2 ഗ്രന്ഥങ്ങളും ഇന്ന് നിലനിൽക്കാൻ കാരണം ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുത്തിരുന്നു. അത് സ്വീകരിക്കാൻ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന് കൂടി ഓർമ്മിക്കുക. അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അത് സ്വീകരിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, തിരസ്കരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, ന്യായീകരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, ന്യായീകരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം തലയിൽ ഏറ്റെടുത്തുകൊണ്ട് കണ്ണീരും വെച്ചുകൊണ്ട് ഞാനിതെങ്ങനെ ന്യായീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല എന്ന് മാത്രം അറിയട്ടെ. പ്രണാമം, നമസ്കാരം.